Dear students, in this video we will continue with the half range sine and cosine series. That is half range sine and cosine series part 3. നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2ലും ഹാഫ് റേഞ്ച് സൈൻ ആൻഡ് കൊസൈൻ സീരീസ് ഇൻ ദ ഇൻ്റർവെൽ 0 to Lലായിരുന്നു. അത് നമ്മൾ എന്നിട്ട് -L എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസും സൈൻ സീരീസും കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഹാഫ് റേഞ്ച് 0 to പൈയിലാണ്. L=π എന്ന് എടുക്കുകയാണ്. 0 to പൈയിലുള്ള നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ -π എക്സ്റ്റെൻഡ് ചെയ്യും. പീരിയോഡിക് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് റേഞ്ച് സൈൻ ആൻഡ് കൊസൈൻ സീരീസ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. Half range series of function defined over 0π. We now consider the special case in which the interval 0π instead of 0L. Here, half range Fourier sine series for the function f is given by f of x equal to sigma bn sin nx, where bn equal to 2 by pi 0 to pi f of x sin nx dx. Sin nx dx. അതാണ്. Then and half range Fourier cosine series, that is f of x equal to half a naught plus sigma an cos nx dx. Sigma an cos nx, where a naught എന്തായിരിക്കും? a naught equal to 2 by pi 0 to pi f of x dx and an equal to 2 by pi 0 to pi f of x cos nx dx. അപ്പോൾ നേരത്തെ L ഉപയോഗിച്ചു കൊടുത്തെല്ലാം നമ്മൾ പൈ ഉപയോഗിച്ചു. അതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാണ്. ഇതാ എക്സാമ്പിൾ 4. Obtain the Fourier sine series and Fourier cosine series of the function f of x equal to x in the interval 0 to pi. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോറിയർ സൈൻ സീരീസ് എടുക്കാനായിട്ട് 2π പീരിയോഡിക് എക്സ്റ്റൻഷൻ എടുക്കണം. അതാണ്. അപ്പോൾ ബി എൻ എന്തായിരിക്കും? സിഗ്മ ബി എൻ സൈൻ nx ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ബി എൻ കണ്ടുപിടിക്കാം. ബി എൻ ഈക്വൽ ടു 2 by pi, ബി എൻ ഈക്വൽ ടു 2 by pi 0 to pi x sin nx dx. അതാണ് ബി എൻ. നമുക്ക് കാണാനുള്ളത് എന്താ? സിഗ്മ ബി എൻ നമുക്ക് കാണേണ്ടത് f of x equal to sigma bn sin nx ആണ്. bn sin nx ആണ്. സിഗ്മ bn sin nx ആണ് കാണേണ്ടത്. nx ആണ് കാണേണ്ടത്. അതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബി എൻ കണ്ടുപിടിക്കണം ആദ്യം. എക്സ് സൈൻ nx dx ആണ്. 2 by pi എക്സ് സൈൻ nxന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എന്താ? ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ nx ആയിട്ട് എടുക്കുക. നമ്മളിവിടെ ഷോർട്ട് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പമാണ്. അതിന് ഷോർട്ട് കട്ട് വേണ്ട. സൈൻ nxന്റെ ഇന്റഗ്രൽ -cos nx by n പ്ലസ് ഈ മൈനസും മൈനസിലേക്ക് മൈനസിനോട് കൂടി പ്ലസ് 2 by pi 0 to pi ഇതാ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? എക്സ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 ഇൻറ്റു സൈൻ nxന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് cos nx dx. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ബി എൻ കാണുന്ന ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? -2 by n പൈ പുറത്തെടുത്തു, -π cos n പൈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 2 ബൈ ഈ cos nxന്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ nx ആണ്. സൈൻ nxന് നമ്മളെന്താ? സൈൻ nxന് ലോവർ ലിമിറ്റ് കൊടുത്താലും അപ്പർ ലിമിറ്റ് കൊടുത്താലും 0 ആണ്. അതുകൊണ്ട് ഇത് 0 ആയിപ്പോയി. അപ്പം ഇതെന്താ? -2 by n cos n പൈ. cos n പൈയുടെ എന്താ? cos n പൈയുടെ -1 പവർ n ആണ്. ഈ മൈനസും കൂടി -1 പവർ n പ്ലസ് 1, 2 by n -1 പവർ n പ്ലസ് 1 എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെന്താവും? ഇത് n ഈക്വൽ ടു n ഈവൺ ആണെങ്കിൽ ഇതെന്താവും?
ഇത് മൈനസ് ആയിരിക്കും. അപ്പം -2/n ആവും. n ഓടാണെങ്കിലോ ഇത് പ്ലസ് ആയിരിക്കും. അപ്പം 2/n. ഇനി നമ്മൾ ഫംഗ്ഷൻ എടുക്കാം. അപ്പം ഇതാണ് രണ്ട് ഫംഗ്ഷൻ. ദെൻ സിഗ്മ bn sin nx ആണ് വരേണ്ടത്. sin nx. അപ്പോൾ നമുക്ക് b1 എന്തായിരിക്കും? b1 ഈക്വൽ ടു b1 ഈക്വൽ ടു n ഓടാണ്. b1 ഈക്വൽ ടു 2/1 2 ഇൻറ്റു 1/1 b1 sin 1x. b2 എന്താ? -2/2 ആണ്. ദാറ്റ് ഈസ് -2/2 b2 -2/2 sin 2x. b3 എന്താ? ഓടാണ്. b3 ഈക്വൽ ടു 2/3 sin 3x. അടുത്ത എന്തായിരിക്കും? -2 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം -1/3 sin 4x പ്ലസ് 1/5 sin 5x ആൻഡ് സോ ഓൺ. അതാണ് f(x)ന്റെ ഫൊറിയർ സൈൻ എക്സ്റ്റൻഷൻ. ഫൊറിയർ സൈൻ സീരീസ് ആണിത്. ഇതാണ് ഫൊറിയർ സൈൻ സീരീസ്. f(x) ഈക്വൽ ടു എക്സിന്റെ ഫൊറിയർ സൈൻ സീരീസ് ആണിത്. നെക്സ്റ്റ് ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ്. f(x) ഈക്വൽ ടു എക്സിന്റെ 0 to πയിലുള്ള ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ്. അപ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും? സിഗ്മ ഹാഫ് a0 പ്ലസ് സിഗ്മ ഹാഫ് a0 പ്ലസ് സിഗ്മ an കോസ് nx ആയിരിക്കും. an കോസ് nx ആയിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ. an കോസ് nx ആയിരിക്കും. അപ്പോൾ നമുക്ക് a0ൻ്റെ വാല്യൂ എന്തായിരിക്കും? a0 ഈക്വൽ ടു 2/π 0 to π. ഈ ഈവൺ എക്സ്റ്റൻഷൻ ആണ് നോക്കുന്നത്. അപ്പം ഈവൺ എക്സ്റ്റൻഷൻ 0 to π mod x ആണ്. അപ്പോൾ നമ്മൾ mod x എഴുതണമെന്നില്ല, x എന്ന് അറിയാൽ മതി. 0 to π x. പിന്നെ നമ്മൾ ഈ മോഡ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ അതായത് 2/π അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2/π എക്സിനെ ഇൻറ്റഗ്രേറ്റ് x²/2 അപ്പർ ലിമിറ്റ് ഓഫ് പൈ കിട്ടും. ഓക്കെ. ദെൻ an കാണണം. an കാണാനായിട്ട് 2/π mod x cos nx. ദാറ്റ് ഈസ് x cos nx. അപ്പോൾ x cos nxനെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ 2/π പുറത്തുണ്ട്. ദെൻ x cos nx. x ഫസ്റ്റ് ഫംഗ്ഷൻ, cos nxന്റെ സെക്കൻഡ് ഫംഗ്ഷൻ. ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ cos nx. അതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? sin nx/n മൈനസ്, അതിന് ലിമിറ്റ് കൊടുക്കുക മൈനസ്. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി ദെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് cos nxന്റെ ഇൻറ്റഗ്രൽ sin nx/n ഇൻറ്റു dx. ഇവിടെ dx ഉണ്ട് കേട്ടോ. ഇവിടെ dx ഉണ്ട്. ഓക്കെ. ഇതാണ്. ഓക്കെ. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin nπ 0 ആയി പോകും. ലോവർ ലിമിറ്റിലേക്ക് കൊടുക്കുമ്പോൾ ലോവറും മൈനസ് ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ആയിരിക്കും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴും പൈ തന്നെയാണ്. 0 ആയിരിക്കും. അത് 0. ദെൻ ദിസ് മൈനസ്, ഈ മൈനസ് ആണ് ഇവിടെ. ഇനി ഇൻറ്റഗ്രൽ sin nx/n ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. sin nx/n ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos nx/n². അപ്പോൾ ഇത് 0 ആയി പോയി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോയി. ദെൻ ഈ മൈനസ് ഇവിടെയുണ്ട്. മൈനസ് sin nx/n ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos nx/n². അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. ഈ 2/π ഉണ്ട്. ഈ n² ഇവിടെ വന്നു. ഇനി cos nx ആണ്. cos nxന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos nπ, ദാറ്റ് ഈസ് cos nπ ആണ്. -1/n ആണ്. -1/n. ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 0 1 ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് an-ന്റെ വാല്യൂ. ഇതാണ് an ഈക്വൽ ടു ദിസ്. അപ്പോൾ an ഈക്വൽ ടു ദിസ് വാല്യൂ. ഈ an ഈക്വൽ ടു n ഈവൺ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് പ്ലസ് ഇത് മൈനസ് 0 ആയി പോകും. n ഓടാണെങ്കിലോ ഇതും മൈനസ് ഇതും മൈനസ്. അപ്പോൾ -2 എന്ന് കിട്ടും. -2 × 2 -4/n² πc. അപ്പോൾ n ഈസ് ഓടാണെങ്കിൽ ഇതും n ഈവൺ ആണെങ്കിൽ ഇതും.
അപ്പോൾ നമുക്കിവിടെ ഹാഫ് എ നോട്ട് എ നോട്ട് എത്ര കിട്ടിയത്? എ നോട്ട് നമുക്ക് കിട്ടി, പൈ എന്ന് കിട്ടി. അപ്പോൾ ഹാഫ് എ നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു 4 ബൈ ഇതാ -4 പൈ പുറത്തെടുത്തു. ദെൻ 1/1 സ്ക്വയർ കോസ് ദാറ്റ് ഈസ് A1 എന്തായിരിക്കും? 1/1 സ്ക്വയർ കോസ് 1x 2 ആകുമ്പോഴോ A2 എന്തായിരിക്കും? A2 0 ആണ്. A2 ഈവൺ ആണ്. A2 0 ആണ്. A2 0 ആയി പോയി. A3 ആകുമ്പോൾ -4 പൈ പുറത്തുണ്ട്. ദെൻ 1/3 സ്ക്വയർ ഇൻറ്റു കോസ് 3x. A4 0 ആയി പോയി. A4 എന്തായിരിക്കും? 1/5 ഇതാ -4 പൈ പുറത്തുണ്ട്. അപ്പോൾ 1/5 സ്ക്വയർ ഇൻറ്റു കോസ് 5x ആൻഡ് സോ ഓൺ. ഇതാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ 0 പൈയിലുള്ള ഫൊറിയർ കൊസൈൻ സീരീസ് ആണിത്. നമ്മൾ ഫൊറിയർ സൈൻ സീരീസ് എന്താ? ഫൊറിയർ സൈൻ സീരീസ് നമുക്ക് കിട്ടിയത് ഇതാണ്. ഫൊറിയർ സൈൻ സീരീസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ 0 പൈയിലുള്ള ഫൊറിയർ സൈൻ സീരീസ് ഇതാണ്. ഫൊറിയർ കൊസൈൻ സീരീസ് ഇതാണ്. ഓക്കെ. Then example 5. Obtain the Fourier sine series and Fourier cosine series for the function f of x equal to pi minus x 0 less than x less than pi. Assume the convergence of the series x equals 0 and reduce that pi square by 8 equal to 1/1 square plus 1/3 square plus 1/5 square. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഫൊറിയർ സൈൻ സീരീസ് ആണ് കാണേണ്ടത്. അപ്പോൾ സൈൻ സീരീസ് കാണുമ്പോൾ ബി എൻ്റെ ഫോർമുല ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് കാണണം. അപ്പോൾ ബി എൻ ഈക്വൽ ടു 2/π എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പൈ മൈനസ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. അപ്പം 2/π പൈ മൈനസ് എക്സ് സൈൻ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 2/n ആണ് കിട്ടിയത്. ഇതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് ചെയ്യുമ്പോൾ 2/n ആണ് കിട്ടിയത്. എങ്ങനെ കിട്ടിയത് നമുക്ക് നോക്കാം. അപ്പം പൈ മൈനസ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് -1, അതിൻ്റെ ഡെറിവേറ്റീവ് 0, പ്ലസ് മൈനസ് പ്ലസ് സൈൻ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇൻ്റഗ്രൽ -cos nx/n. അതിൻ്റെ ഇൻ്റഗ്രലോ -sin nx/n സ്ക്വയർ. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. നടത്തുക. അപ്പോൾ എന്താണ്? ഇങ്ങനെ കിട്ടും. -π - x cos nx/n. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് sin nx/n സ്ക്വയർ. ഇത് കിട്ടി. ഇനി നമുക്കിതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു നോക്കുക. 2/π ഇവിടെയുണ്ട്. ഇതിന് അപ്പർ ലിമിറ്റ് പൈ കൊടുത്തു കഴിയുമ്പോൾ 0 ആയി പോയി. ഇതിനും അപ്പർ ലിമിറ്റ് സൈൻ എൻ പൈ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ 0 ആയി പോയി. ദെൻ നമുക്ക് ലോവർ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റിലേക്ക് കൊടുക്കുന്ന മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും. എക്സിന് 0 കൊടുക്കുമ്പോൾ പൈ കിട്ടും. പൈ ഇൻറ്റു കോസ് 0 1 ആണ് 1/n. അപ്പോൾ π/n എന്ന് കിട്ടും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആയി പോയി. ഇവിടെ ശ്രദ്ധിക്കണം, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോയി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് π/n ആണ്. അതാണ് ഇവിടെ. അപ്പം പൈയും പൈയും കൂടെ പോയി 2/n. അതാണ് നമുക്ക് കിട്ടിയത്. bn ഈക്വൽ ടു 2/n. അപ്പം എന്താ? bn എഫ് ഓഫ് എക്സ് എന്താ? സിഗ്മ bn സൈൻ എൻ എക്സ് ആണ്. അപ്പം സിഗ്മ 2/n സൈൻ എൻ എക്സ്. 2 പുറത്തെടുത്തു. അപ്പോൾ സൈൻ എന്നിന് 1 കൊടുക്കുമ്പോൾ സൈൻ 1x, എന്നിന് 2 കൊടുക്കുമ്പോൾ സൈൻ 2x/2 പ്ലസ് സൈൻ 3x/3 പ്ലസ് സൈൻ 4x/4 ആൻഡ് സോ ഓൺ. അതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു π/xന്റെ
നമ്മൾ സൈൻ എക്സ്പാൻഷൻ, ഹാഫ് റേഞ്ച് സൈൻ എക്സ്പാൻഷൻ ആണ് ഇത്. ഹാഫ് റേഞ്ച് സൈൻ എക്സ്പാൻഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഹാഫ് റേഞ്ച് സൈൻ എക്സ്പാൻഷൻ ആണ് ഇത്. ഇനി നമ്മൾ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് കണ്ടുപിടിക്കണം. ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ്. അപ്പോൾ എന്താ, എ നോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എ നോട്ട് ഈക്വൽ ടു, എ നോട്ട് എന്തായിരിക്കും, എ നോട്ട് ഈക്വൽ ടു 2/π എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പൈ മൈനസ് എക്സ് ഡി എക്സ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൈ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അതിന് നമ്മൾ എ എൻ കാണണം. എ എൻ എന്ന് പറഞ്ഞാൽ എന്താ, 2/π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ചെയ്യുകയാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ചെയ്യുമ്പോൾ ആദ്യം പൈ മൈനസ് എക്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ പൈ മൈനസ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് -1, അതിൻ്റെ ഡെറിവേറ്റീവ് 0, പ്ലസ് മൈനസ് പ്ലസ്, കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ, അതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഷോർട്ട് കട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഷോർട്ട് കട്ട് ചെയ്യുകയാണ് നമുക്ക് എളുപ്പം. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ചെയ്തു. എന്താ, പൈ മൈനസ് എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 3 മൈനസ് വന്ന് മൈനസായി, കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആയി. 2/π പുറത്തെടുത്തു. ദെൻ അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് പൈ മൈനസ് ബൈ 0 ആയിപ്പോയി. അതാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതാ ഈ മൈനസ് ഇവിടെ വന്നു. കോസ് എൻ പൈ അത് -1/n ആണ്, ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് സൈൻ 0 ആണ്. അപ്പോൾ അതില്ല. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിന് 0 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, കോസ് എൻ 0 എന്താണ്, 1 ആണ്. അപ്പോൾ 1/n സ്ക്വയർ ഇങ്ങനെ കിട്ടി. ഇതാണ് നമുക്ക് എ എൻ. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇതാണ് എ എൻ. ഇതാണ് എ എൻ. അപ്പോൾ n ഈവൺ ആണെങ്കിലോ, ഇത് മൈനസ് ആയിരിക്കും, ഇത് പ്ലസും. അപ്പം -1/n സ്ക്വയറും പ്ലസ് 1/n സ്ക്വയറിനെ ക്യാൻസൽ ചെയ്ത് 0 കിട്ടി. ഇനി n ഓടാണെങ്കിലോ, ഇത് പ്ലസ് 1/n സ്ക്വയർ ആണ്, ഇതും പ്ലസ് 1/n സ്ക്വയർ ആണ്. അപ്പം 2/n സ്ക്വയർ, 2 × 2 4, 4/n സ്ക്വയർ പൈ എന്ന് കിട്ടി n ഓടാണെങ്കിൽ. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എത്ര കിട്ടി നമുക്ക്, എ നോട്ട് പൈ കിട്ടി. ഹാഫ് എ നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ എക്സ് ആണ്. അപ്പോൾ ഹാഫ് എ നോട്ട് പൈ ആണ്. അപ്പോൾ π/2 പ്ലസ് 4/π പുറത്തെടുക്കുക. ദെൻ 1/1 സ്ക്വയർ കോസ് 1x. ദെൻ a2 0 ആണ്. a3 എന്ന് പറയുന്നത് 1/3 സ്ക്വയർ കോസ് 3x. a4 0 ആണ്. പ്ലസ് 1/5 സ്ക്വയർ കോസ് 5x ആൻഡ് സോ ഓൺ. അതാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇതാണ്. എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ കൊസൈൻ സീരീസ്. ഇത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ കൊസൈൻ സീരീസ്. നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സിന്റെ ഇതാണ് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ കൊസൈൻ സീരീസ്. ഇതാണ്. ഇനി എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സൈൻ സീരീസ് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ടത്തിൻ്റെ അകത്ത് എഫ് ഓഫ് എക്സിന്റെ അസ്യൂം x = 0, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, π - x ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ π - x ആണ്. എഫ് ഓഫ് എക്സ് = π - x = 0 അതിന്റെ കണ്ടിന്യൂസ് പോയിന്റ് ആണ്. x = 0 അതിന്റെ കൺവേറൻസ് പോയിന്റ്. x = 0യിൽ നമ്മൾ എന്ത് ചെയ്യും, π - 0 ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. x = 0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ π - xന് x = എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് π - x ആണ്. അപ്പോൾ π - എഫ് ഓഫ് എക്സ് = π - x. അപ്പോൾ എഫ് ഓഫ് 0 എന്തായി, π - 0. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താവും, ഇത് എക്സിന് 0 കൊടുക്കുക. ഹിയർ സബ്സ്റ്റിറ്റ്യൂട്ട് x = 0. cos 0 ഇതെല്ലാം cos 0 ആണ്. അപ്പോൾ 1 ആണ്. അപ്പോൾ 4/π
കോസ് 0. അപ്പോൾ 1/1² പ്ലസ് 1/3² പ്ലസ് 1/5². ഇത് ഇങ്ങോട്ട് പൈ മൈനസ് π/2 എന്താ π/2. π/2നെ ഈ ഫോർമുല ഈ π/2 ഇവിടെ ലെഫ്റ്റ് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ π/2 ആണ്. ഈക്വൽ ടു 4/π ഇൻറ്റു ദിസ് ആണ്. ഇത് ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ട് വന്നാൽ π²/8 ഈക്വൽ ടു 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് ഓൺ. ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് π²/8ന്റെ ഡിഡക്ഷൻ. നിങ്ങൾ പൈയുടെ വാല്യൂ π²/8ന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇതാണ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ x ഈക്വൽ ടു 0 ഇതിൻ്റെ കണ്ടിന്യൂറ്റി പോയിന്റ് ആണ്. x ഈക്വൽ ടു 0. അപ്പോൾ f ഓഫ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് എക്സിന്റെ x ഈക്വൽ ടു 0 ഒരു കണ്ടിന്യൂസ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 0 ഈക്വൽ ടു സം ഓഫ് ദ സീരീസ് ആണ്. എഫ് ഓഫ് 0 പൈ മൈനസ് 0 ആണ്. ഇവിടെ നമുക്ക് ഇതിന് ഈ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടി. അതിൻ്റെ അകത്ത് നമുക്ക് π²/8 ഡെഡ്യൂസ് ചെയ്തു. വെരി ഇമ്പോർട്ടൻറ്റ്. π²/8 നമ്മൾ അതിൻ്റെ അകത്ത് ഡെഡ്യൂസ് ചെയ്ത് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 6. ഒബ്റ്റെയിൻ ദ ഫൊറിയർ സൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to c in the interval 0 to π and deduce that π/4 equal to 1 minus 1/3 plus 1/5 minus 1/7. ഇവിടെ ഫൊറിയർ സൈൻ സീരീസ് ആണ്. അപ്പോൾ സിഗ്മ bn സൈൻ nx ആണ് f of xന്റെ വാല്യൂ. അപ്പോൾ bn എന്തായിരിക്കും? bn ഈക്വൽ ടു 2/π ഇന്റഗ്രൽ 0 to π f of x sin nx dx ആണ്. ദാറ്റ് ഈസ് 2/π 0 to π f of x എന്താ? f of x is a constant c. c is a constant c sin nx dx ആണ്. അതാണ് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2c പുറത്തെടുത്ത് 2c/π പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ nx ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? മൈനസ്. ആ മൈനസും പുറത്തെടുത്തു. കോസ് nx/n ആണ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π. അപ്പോൾ എന്താ? ദാറ്റ് ഈസ് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കിട്ടും? എക്സിന് π കൊടുത്തു കഴിഞ്ഞാൽ കോസ് nπ. കോസ് nπ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ n തന്നെ. കോസ് nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/n ആണ്. -1/n ആണ് കോസ് nπ. മൈനസ് ലോവർ ലിമിറ്റ് കോസ് 0. കോസ് 0 എത്രയാ? 1 ആണ്. ഇത് അങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് -2c/π ഇങ്ങനെ കിട്ടും. 2c/π. ഇനി ഇതിന് n ഈവൺ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ 0 ആയി പോവും. n ഓടാണെങ്കിലോ? n ഓടാണെങ്കിൽ ഇത് മൈനസ്, ഇതെന്ത് കിട്ടും? ഇത് -1, ഇത് -1. അപ്പം -2 ഇൻറ്റു -2 പ്ലസ് 4c/nπ ഈ nπ പ്ലസ് 4c/nπ അതാണ് കിട്ടുക. അത് ഓർമ്മ വേണം. അപ്പം ഇതാണ് bnന്റെ വാല്യൂ. bnന്റെ വാല്യൂ ഇതാണ്. bn ഈസ് ഈക്വൽ ടു bn ഈക്വൽ ടു ദിസ്. നമ്മൾ സിഗ്മ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ bn സൈൻ nx ആണ്. അപ്പം b1 എന്തായിരിക്കും? b1 എന്ന് പറയുന്നത് 4c/π പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/1 ആണ് b1. പിന്നെ 1/1 ആണ് സൈൻ 1x പ്ലസ് b2 0 ആണ് പ്ലസ് b3 എന്താ? 1/3 സൈൻ 3x. b4 0 ആണ് പ്ലസ് 1/5 സൈൻ 5x പ്ലസ് 1/7 സൈൻ 7x ആൻഡ് സോ ഓൺ. അതാണ്. ഇത് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ്. സിയുടെ വാല്യൂ എന്താ? സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ്. ദാറ്റ് ഈസ് സി ഈക്വൽ ടു ദിസ്. ഇതാണ്. അപ്പോൾ ഇതിന്റെ x ഈക്വൽ ടു π/2 ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ അകത്തുള്ളൊരു പോയിന്റ് ആണ്, കണ്ടിന്യൂസ് പോയിന്റ് ആണ്.
അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് പൈ ബൈ ടു കൊടുക്കാം. ഇതിനകത്ത് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സി തന്നെ, റൈറ്റ് സൈഡ് 4c ബൈ പൈ സൈൻ പൈ ബൈ ടു പ്ലസ് സൈൻ 3 പൈ ബൈ ടു ബൈ 3 പ്ലസ് സൈൻ 5 പൈ ബൈ ടു ബൈ 5 ആൻഡ് സോ ഓൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സിയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇതാ, ഈ സിയും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൈ ബൈ 4 ആയി. പൈ ബൈ 4 ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2, സൈൻ 1 ആണ്, സൈൻ 1 പൈ ബൈ 4 ഈക്വൽ ടു 1. ദെൻ സൈൻ 3 പൈ ബൈ 2, സൈൻ 3 പൈ ബൈ 2 എന്ന് വെച്ചാൽ -1 ആണ്, -1 ബൈ 3. ദെൻ സൈൻ 5 പൈ ബൈ 2 ആണ്, സൈൻ 5 പൈ ബൈ 2 എന്താ +1 ആയിരിക്കും, +1 ബൈ 5. ദെൻ സൈൻ 7 പൈ ബൈ 2 അത് -1 ആണ്, -1 ബൈ 7 ആൻഡ് സോ ഓൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ഈക്വൽ ടു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. പൈയുടെ വാല്യൂ പൈ ബൈ 4 ഈസ് ഈക്വൽ ടു ദിസ്. നിങ്ങൾ ഓർമ്മയുണ്ടാകണം, പൈ ഇസ് എൻ ഇറാഷണൽ നമ്പർ. അതിന് വാല്യൂ കണ്ടുപിടിക്കുന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ അൽഗോരിതം എഴുതിയിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. പൈ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഇസ് ഇൻറ്റു 4. ഇതാണ് പൈയുടെ വാല്യൂ. പൈയുടെ വാല്യൂ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ട്രില്യൺസ് ഓഫ് പ്ലേസസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ.